പുഴക്കാട്ടിരി പഞ്ചായത്ത് ഭരണസമിതിയുടെ ജൈത്രയാത്ര 2020 ഡിസംബറിൽ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ തുടർന്നാണ് പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്ത് പുതിയൊരു ഭരണസമിതിയെ വരവേറ്റത്. ചക്കച്ചൻ ഉമ്മുക്കുൽസുവിന്റെ നേതൃത്വത്തിൽ ഭരണസമിതി രൂപം കൊണ്ടപ്പോൾ പഞ്ചായത്തിന്റെ ഭാവി കൂടുതൽ പ്രതീക്ഷകളുടെ നിറവിൽ തെളിഞ്ഞു. ഭരണസമിതിയുടെ ആദ്യഘട്ടത്തിൽ ചെറേക്കുന്നൻ ബാവ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. തുടർന്ന് പട്ടുകുത്ത് ബാബു വൈസ് പ്രസിഡന്റിന്റെ ചുമതല വഹിച്ചു. ഇപ്പോൾ മൂസക്കുട്ടി മാസ്റ്റർ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു. ഈ 5 വർഷ കാലയളവിൽ ഭരണസമിതി കരം പിടിച്ച് ജനങ്ങൾക്കൊപ്പം കരുത്തായി പുഴക്കാട്ടിരി പഞ്ചായത്ത് ഭരണസമിതി എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചത്. പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്തിൽ 5 വർഷക്കാലം പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കയറി വന്നതിനേക്കാൾ ഏറ്റവും മികവോടുകൂടിയാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത് എന്നൊരു ആത്മവിശ്വാസം പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ, അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ വിദ്യാഭ്യാസം, ആരോഗ്യം, ശുചിത്വം, കാർഷികം, കായികം, തൊഴിൽ, ജലസേചനം, ഭവന പദ്ധതികൾ തുടങ്ങി എല്ലാ മേഖലകളിലും ഒട്ടനവധി നൂതന പദ്ധതികൾ പഞ്ചായത്തിൽ നടപ്പാക്കാൻ സാധിച്ചു. പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ 5 വർഷം കൊണ്ട് സമഗ്ര മേഖലയിലും പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ഹരിതകർമ്മസേനാ രംഗത്ത്, നമ്മളെ റോഡുകൾ എന്ന് വേണ്ട ഒരു വാർഡിൽ നിന്ന് പോലും ഒരു വികസന പ്രതിസന്ധിൻ്റെ വിഷയത്തിൽ ഒരു സമരം നമ്മുടെ പഞ്ചായത്തിന് മുന്നിലേക്ക് വന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. 5 വർഷത്തെ കാലയളവിൽ പുഴക്കാട്ടിരി പഞ്ചായത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുന്ന നിരവധി പദ്ധതികൾക്ക് ഭരണസമിതി നേതൃത്വം നൽകി. 17 വാർഡുകളിലായി ഈ ഭരണസമിതിയുടെ കാലയളവിൽ ഏകദേശം 68 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമായി. ഗുണമേന്മയുള്ള റോഡുകൾ. പുഴക്കാട്ടിരി പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷങ്ങളിൽ റോഡ് വികസനത്തിനായി നടത്തിയ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചു. പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും ഒരുപോലെ ആശ്വാസം പകരുന്ന ഗുണമേന്മയുള്ള റോഡുകൾ ഒരുക്കാനായിരുന്നു ഭരണസമിതിയുടെ പ്രധാന ലക്ഷ്യം. ഇത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു. പഞ്ചായത്ത് സ്വന്തം ഫണ്ടിൽ നിന്ന് മാത്രം 11 കോടി 34 ലക്ഷം രൂപ റോഡ് വികസനത്തിനായി വിനിയോഗിച്ചു. ഇതിനു പുറമെ MP, MLA, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ 4 കോടിയോളം രൂപയും വിനിയോഗിച്ച് റോഡുകളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തി. ഈ സമഗ്രമായ പ്രവർത്തന ഫലമായി പഞ്ചായത്തിലെ റോഡുകൾ ഇനി വെറും യാത്രാമാർഗങ്ങൾ മാത്രമല്ല, പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന്റെ അടയാളങ്ങൾ കൂടിയാണ്. പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ മേഖലയിലെ മാറ്റങ്ങൾ. പുഴക്കാട്ടിരി പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ആരോഗ്യരംഗത്ത് വലിയ പുരോഗതികൾ കൈവരിച്ചു. പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ CHCയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചു. ആവശ്യമായ പുതിയ കെട്ടിടങ്ങളും സൗകര്യങ്ങളും ഒരുക്കുകയും ജനങ്ങളുടെ സൗകര്യാർത്ഥം ഈവനിംഗ് OP ആരംഭിക്കാനും കഴിഞ്ഞത് ഭരണസമിതിയുടെ ശ്രദ്ധേയമായ നേട്ടമായി കണക്കാക്കപ്പെടുന്നു. രോഗികൾക്കും സന്ദർശകർക്കും സൗകര്യത്തോടെ വിശ്രമിക്കാനായി ടേക്ക് എ ബ്രേക്ക് കൗണ്ടറും ആശുപത്രിയിൽ ആരംഭിച്ചു. കൂടാതെ ആശുപത്രിയിൽ 50 രൂപ നിരക്കിൽ എല്ലാ ദിവസവും ഫിസിയോതെറാപ്പി തുടങ്ങാൻ കഴിഞ്ഞത് രോഗികൾക്ക് വലിയ ആശ്വാസമായി. ഈ സൗകര്യം പാലിയേറ്റീവ് രോഗികൾക്കും അതിദരിദ്രർക്കും സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത്. രോഗികൾക്ക് അസൗകര്യം ഒഴിവാക്കാനായി CHC പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിച്ചു. ഈ ഹെൽത്ത് സംവിധാനം ഒരുക്കി. ഹോമിയോ ആശുപത്രിക്ക് NABH ദേശീയ സർട്ടിഫിക്കറ്റ് നേടാനായതും വലിയ മുന്നേറ്റമായി. കൂടാതെ ആയുഷ് സെന്ററിന്റെ യോഗ ഹാൾ പണി പൂർത്തീകരിക്കുകയും വിവിധ ഹോമിയോ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ചെയ്തു. പനങ്ങാങ്ങരയിലെ ആയുർവേദ ആശുപത്രിക്ക് സ്വന്തമായി കെട്ടിടം പണിയുന്നതിനായി അനുയോജ്യമായ സ്ഥലം കണ്ടെത്തിയതും മറ്റൊരു ഗണ്യമായ നേട്ടമാണ്. പഞ്ചായത്തിന്റെ പരിരക്ഷാ പദ്ധതിയിൽ 2ാമത്തെ യൂണിറ്റ് ആരംഭിച്ചതോടെ കിടപ്പിലായ രോഗികൾക്ക് വലിയ ആശ്വാസം ലഭിച്ചു. അവരുടെ സംഗമങ്ങളും വിനോദയാത്രകളും സംഘടിപ്പിച്ചതിലൂടെ രോഗികൾക്ക് മാനസിക പിന്തുണയും പുതുമകളും നൽകാനായി. കൂടാതെ
രാമപുരം സബ് സെന്ററിന് 44 ലക്ഷം രൂപ വിനിയോഗിച്ച് പൂർണ്ണമായും പുതിയ കെട്ടിടം നിർമ്മിക്കുകയും പഞ്ചായത്തിലെ എല്ലാ സബ് സെന്ററുകളും വികസന പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്തു. ഇതിലൂടെ ആരോഗ്യ സേവനങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ അടുത്തും സുഗമവുമായി തീർന്നു. ബഡ്സ് സ്കൂൾ ശാരീരികവും മാനസികവുമായ വെല്ലുവിളികളെ അതിജീവിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർന്നുവരാൻ ഒരുങ്ങുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ഗ്രാമപഞ്ചായത്തിന്റെ കരുതൽ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ദിനംപ്രതി പുതിയ പ്രതീക്ഷകൾ വിതച്ചുകൊണ്ടിരിക്കുന്നു. പരവക്കൽ സാംസ്കാരിക നിലയത്തിലെ ചെറിയൊരു മുറിയിൽ നിന്നും യാത്ര തുടങ്ങി ഇന്ന് പുതുമകളുടെയും സൗകര്യങ്ങളുടെയും നിറങ്ങളിൽ വിരിഞ്ഞ ബഡ്സ് സ്കൂൾ ചൊവ്വാണയിലെ സ്കൂളിലെ ആധുനിക കെട്ടിടത്തിലേക്ക് മാറി. അവിടെ വിദ്യാർത്ഥികളുടെ കണ്ണുകളിലും ഹൃദയങ്ങളിലും പ്രതീക്ഷയുടെ നവോന്മേഷം തെളിഞ്ഞു. സർക്കാരിന്റെ മികച്ച ബഡ്സ് സ്കൂളിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം സ്വന്തമാക്കാനും കഴിഞ്ഞു. കുട്ടികളുടെ സ്വയം തൊഴിൽ പരിശീലിപ്പിക്കാൻ ക്ലീനിംഗ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, പാവ നിർമ്മാണം, സഞ്ചി നിർമ്മാണം, ചവിട്ടി നിർമ്മാണം തുടങ്ങിയ തൊഴിൽ പരിശീലനങ്ങൾ നടപ്പിലാക്കി. ഓരോ ഉൽപ്പന്നവും ജീവിതത്തിൽ ഞങ്ങൾക്കും ഒരു സ്ഥാനമുണ്ട് എന്ന ആത്മവിശ്വാസത്തിന്റെ തെളിവായി മാറുന്നു. പാഠപുസ്തകത്തിന് പുറമെ വിനോദയാത്രകൾ, കലാമത്സരങ്ങൾ, ഫിസിയോതെറാപ്പി എന്നിവ കുട്ടികളുടെ ഹൃദയങ്ങളിൽ ചിരികളും സ്വപ്നങ്ങളും വിതറി. സമൂഹത്തിൽ ഒറ്റപ്പെടാതെ കൂട്ടായ്മയുടെ ചൂടിൽ വളരാനുള്ള അവസരം അവർക്ക് സമ്മാനിച്ചു. ഇതിനോടൊപ്പം വിദ്യാർത്ഥികൾക്ക് പോഷകസമൃദ്ധമായ ഭക്ഷണം പാചകം ചെയ്തു നൽകുന്ന പുതിയ പദ്ധതി കൂടി ആരംഭിച്ചിട്ടുണ്ട്. ആരോഗ്യകരമായ ശരീരവും സമ്പുഷ്ടമായ മനസ്സും വളർത്താനുള്ള ഗ്രാമപഞ്ചായത്തിന്റെ കരുതലിന്റെ സാക്ഷ്യമാണ് ഇത്. ഇങ്ങനെ വിദ്യാഭ്യാസം മാത്രമല്ല, ജീവിതത്തിന്റെ മുഴുവൻ പാഠപുസ്തകവും തുറന്നു നൽകുന്ന ഒരു മാനവിക വിദ്യാലയം തന്നെയാണ് ഈ ബഡ്സ് സ്കൂൾ. ഗ്രാമപഞ്ചായത്തിന്റെ സ്നേഹത്തിലും കരുതലിലും വളരുന്ന കുട്ടികളുടെ ജീവിതം ഇനി വെല്ലുവിളികളുടെ ഇരുളല്ല, സ്വപ്നങ്ങളുടെ വെളിച്ചമാണ്. വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര മാറ്റങ്ങൾ. പുഴക്കാട്ടിരി പഞ്ചായത്തിലെ ഭരണസമിതി വിദ്യാഭ്യാസ മേഖലയ്ക്ക് മികച്ച പരിഗണന നൽകി. വിദ്യാർത്ഥികളുടെ ഭാവിക്ക് കൂടുതൽ കരുതൽ നൽകി. അവരുടെ പഠനത്തിൽ ആത്മവിശ്വാസവും ഉത്സാഹവും നൽകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ പ്രവർത്തനങ്ങൾ. വിദ്യാർത്ഥികൾക്ക് അക്കാദമികമായി വളർച്ച നേടുവാൻ പ്രത്യേക കോച്ചിംഗ് ക്ലാസുകൾ സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞു. കൂടാതെ പരീക്ഷയിൽ വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങുകൾ നടത്തി അവരുടെ വിജയത്തെ മറ്റുള്ളവർക്ക് പ്രചോദനമാക്കി മാറ്റുവാൻ സാധിച്ചു. പഞ്ചായത്തിന്റെ കീഴിലുള്ള പനങ്ങാങ്ങര ഗവൺമെന്റ് യു പി സ്കൂൾ, പലകപ്പറമ്പ് ഗവൺമെന്റ് എൽ പി സ്കൂൾ, ചൊവ്വാണ ഗവൺമെന്റ് എൽ പി സ്കൂൾ എന്നീ സ്ഥാപനങ്ങൾക്ക് തന്നെ പുതുമുഖച്ഛായ ലഭിച്ചു. കുട്ടികൾക്ക് പഠിക്കുവാൻ കൂടുതൽ സൗഹൃദപരമായ അന്തരീക്ഷമൊരുക്കി. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂളായ കടുങ്ങപുരം GHSSന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കുമായി ആവശ്യമായ പദ്ധതികൾ നടപ്പാക്കുവാൻ ഭരണസമിതി പരിശ്രമിച്ചു. കടുങ്ങപുരം സ്കൂളിന് സ്ഥലം MLAയുടെ ശ്രമഫലമായി 3,90,00,000 രൂപയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ 1 കോടിയോളം രൂപ വിനിയോഗിച്ച് ചുറ്റുമതിലുകൾ, ഓഫീസ്, സ്റ്റാഫ് റൂം നവീകരണം, ക്ലാസ് മുറികളിലേക്ക് ആവശ്യമായ ബെഞ്ച്, ഡെസ്ക് എന്നിവ എത്തിക്കുവാനും കഴിഞ്ഞു. പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലും പുതിയ കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും എത്തിക്കാനായി. ആധുനിക സംവിധാനത്തിലുള്ള സ്മാർട്ട് ക്ലാസ് റൂമുകളും ഒരുക്കുവാനായി. പലകപ്പറമ്പിൽ സ്കൂളിൽ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് പുതിയൊരു പാർക്ക് സ്ഥാപിച്ചത് കുട്ടികളുടെ വിനോദത്തിനും ആരോഗ്യത്തിനും മികച്ചൊരു സംഭാവനയാണ്. ഇതുവഴി പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ ആകർഷിക്കാനും കഴിഞ്ഞു. അതോടൊപ്പം പഞ്ചായത്തിലെ ഗവൺമെന്റ് എയ്ഡഡ് മേഖലയിൽ വരുന്ന മുഴുവൻ സ്കൂളുകളിലും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ശുചിത്വവും പരിസ്ഥിതി സൗഹൃദ സൗകര്യങ്ങളും ഒരുക്കുവാൻ കഴിഞ്ഞു. ബാത്റൂം, മഴവെള്ള സംഭരണി, സോക്ക് പിറ്റ്, വാട്ടർ പ്യൂരിഫയർ, ബയോഗ്യാസ് പ്ലാന്റ് തുടങ്ങിയ സൗകര്യങ്ങൾ വിദ്യാർത്ഥികളുടെ ദൈനംദിന ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ വരുത്തി. അതോടൊപ്പം
വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയ കിരണം കൈപ്പുസ്തകങ്ങൾ ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകൾക്കും മാതൃകയായി. പഞ്ചായത്തിന്റെ കീഴിൽ സ്കൂൾ കലോത്സവവും നടത്തി. കായിക മേഖലയിലെ വളർച്ചയും നേട്ടങ്ങളും. പുഴക്കാട്ടിരി പഞ്ചായത്ത് യുവജനങ്ങളുടെ ഉന്നമനത്തിനായി കായിക മേഖലയെ ഒരു പ്രധാന വേദിയാക്കി മാറ്റാൻ കഴിഞ്ഞു. യുവാക്കളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ ശരിയായ വഴിയിലേക്ക് നയിക്കാനും ആരോഗ്യവും ആത്മവിശ്വാസവും വളർത്താനും നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു. രാമപുരത്തുകാരുടെ ചിരകാല അഭിലാഷമായിരുന്നു നാട്ടിലൊരു കളിസ്ഥലമെന്നത്. ഈയൊരു പദ്ധതിക്ക് പരിപൂർണ പിന്തുണയാണ് പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്ത്, മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതികൾ നൽകിയത്. സ്ഥലം വാങ്ങുന്നതിലേക്കായി 35 ലക്ഷം രൂപ ഈയൊരു ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഫണ്ട് വകയിരുത്തി. നാടിന്റെ കായിക വളർച്ചയ്ക്ക് കാരണമാകുന്ന ഈയൊരു സ്വപ്ന പദ്ധതിയുടെ സാക്ഷാത്കാരം ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ജനങ്ങൾ സ്വീകരിച്ചത്. സ്ഥലം കണ്ടെത്തുന്നതിനും അത് നിരപ്പാക്കുന്നതിനും പ്രദേശത്തുകാരുടെ കൂട്ടായ പരിശ്രമവും സഹകരണവും ഈയൊരു പദ്ധതിയുടെ വിജയത്തിന് പ്രധാന ഘടകമായി. അതോടൊപ്പം പുഴക്കാട്ടിരി CH മുഹമ്മദ് കോയ സ്മാരക ഗ്രൗണ്ട് നവീകരിക്കുവാൻ 63 ലക്ഷം രൂപ ചെലവഴിച്ചു. ഇതിലൂടെ പ്രദേശത്തെ വിവിധ കായിക മത്സരങ്ങൾക്കും പരിപാടികൾക്കും മികച്ച വേദി ഒരുക്കുവാൻ സാധിച്ചു. ഓരോ വർഷവും പഞ്ചായത്ത് വിപുലമായ രൂപത്തിൽ കേരളോത്സവം സംഘടിപ്പിക്കുന്നതും മറ്റൊരു നേട്ടമാണ്. ഇതിലൂടെ ഗ്രാമത്തിലെ കലാകായിക പ്രതിഭകൾക്ക് കഴിവ് തെളിയിക്കാനും വളർച്ച നേടാനുമായി. കായിക മനോഭാവം വളർത്തുന്നതിനായി പഞ്ചായത്തിലെ മുഴുവൻ രജിസ്റ്റർ ചെയ്ത ക്ലബ്ബുകൾക്കും സ്പോർട്സ് കിറ്റുകൾ വർഷം തോറും വിതരണം ചെയ്യുന്നു. ഇതോടൊപ്പം നീന്തൽ, കരാട്ടെ, കളരി, യോഗ തുടങ്ങിയ മേഖലകളിൽ വിദഗ്ധ പരിശീലനവും നൽകി. കാർഷിക മേഖലയിലെ കരുതലും കൈത്താങ്ങും. പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്തിന്റെ സമ്പദ് വ്യവസ്ഥയും സാമൂഹിക ജീവിതവും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് കൃഷിയെയാണ്. അതുകൊണ്ടുതന്നെ പഞ്ചായത്തിന്റെ ഭരണസമിതി കർഷകരെ കരുതലോടെ കൈപ്പിടിച്ചുയർത്താനും അവരുടെ പരിശ്രമത്തിന് വില നൽകാനും പ്രത്യേക ശ്രദ്ധ ചെലുത്തി. മങ്കട ബ്ലോക്ക് പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് തന്നെയാണ് പുഴക്കാട്ടിരി. 150 ഹെക്ടറിലധികം നെൽകൃഷി നടത്തിവരുന്നതിലൂടെ നാട്ടിൻപുറത്തെ അന്നദാതാക്കളെ ഉത്സാഹിപ്പിക്കുവാൻ കഴിഞ്ഞു. ഓരോ വർഷവും 35 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചെലവഴിച്ച് സമഗ്ര നെൽകൃഷി വികസന പദ്ധതികൾ നടപ്പിലാക്കിയത് ഗ്രാമത്തിന്റെ കാർഷിക മുഖം മാറ്റിമറിച്ചുവെന്ന് പറയാം. അതോടൊപ്പം ഗ്രാമപഞ്ചായത്തിനെ കേരഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞത് മറ്റൊരു നേട്ടമായി. ഇതിലൂടെ നാട്ടിലെ മുഴുവൻ കേര കർഷകരും പദ്ധതിയുടെ ഗുണഭോക്താക്കളായി. 17,500-ലധികം തെങ്ങുകൾ പദ്ധതിയുടെ കീഴിൽ ഉൾപ്പെടുത്താനായി. കൃഷി വ്യവസ്ഥയെ വൈവിധ്യമാർന്നതാക്കാനായി പച്ചക്കറി കൃഷിക്ക് പ്രത്യേക സഹായങ്ങളും വീടുകളിലും സ്കൂളുകളിലും പരിമിതമായ ഇടങ്ങളിൽ കൃഷി സാധ്യമാക്കാൻ മൺചട്ടികളും ഗ്രോ ബാഗുകളും വിതരണം ചെയ്തു. നാട്ടിൻപുറത്തെ സ്ത്രീകളും യുവജനങ്ങളും വീട്ടുവളപ്പിലെ ചെറിയൊരു മുറ്റത്തു തന്നെ കർഷകരായി മാറി. അലങ്കാരത്തിലും വരുമാനത്തിലും പങ്കുവഹിക്കുന്ന പൂക്കൃഷിക്കും പഞ്ചായത്തിന്റെ ധനസഹായം ലഭ്യമാക്കി. ഇതിലൂടെ ചെറുകിട കർഷകരും വീട്ടമ്മമാരും സമ്പദ് വ്യവസ്ഥയിൽ പങ്കാളികളായി. ഭവന പദ്ധതിയുടെ നേട്ടങ്ങൾ. ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം, അവരുടെ സുരക്ഷിതത്വത്തിന്റെ ചിഹ്നം, അവരുടെ ജീവിതത്തിന്റെ ആത്മാഭിമാനം സ്വന്തമായൊരു വീട് തന്നെയാണ്. പുഴക്കാട്ടിരി പഞ്ചായത്തിലെ ഭരണസമിതി കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഈ സ്വപ്നം 100 കണക്കിന് കുടുംബങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കി. പഞ്ചായത്ത് ഭരണസമിതിയുടെ ഉറച്ച ഇച്ഛാശക്തിയും ജനങ്ങളോടുള്ള കരുതലും ചേർന്നപ്പോൾ 275 പുതിയ വീടുകൾ ഗ്രാമത്തിലെ ഭവനരഹിതർക്കായി നിർമ്മിച്ചു. ഓരോ വീടിന്റെയും തുറന്ന വാതിലുകൾക്കപ്പുറം ഉയർന്നത് ഒരിക്കൽ അനാഥത്വത്തിൽ മുങ്ങിയിരുന്ന കുടുംബങ്ങളുടെ ചിരിയും പ്രതീക്ഷയുമായിരുന്നു. പുതിയ വീടുകൾക്കൊപ്പം പഴകി തകർന്നു പോകുന്ന വീടുകളിലും ഭരണസമിതി കരുതലോടെ കൈത്താങ്ങായി. 500-ലധികം വീടുകൾ പുനരുദ്ധാരണം ചെയ്ത് മഴയ്ക്കും കാറ്റിനും കീഴടങ്ങിയിരുന്ന മതിലുകൾക്ക് വീണ്ടും ഉറച്ച നില നൽകി. വീടിന്റെ ചുവരുകൾക്ക് പുതുമണവും ജനങ്ങളുടെ മനസ്സുകൾക്ക്
പുതുജീവിതവും നൽകി. തൊഴിലുറപ്പ് പദ്ധതികൾ ജനങ്ങൾക്ക് കരുത്തും കരുതലും. പുഴക്കാട്ടിരി പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതി വെറും ജീവിതോപാധി മാത്രമായിരുന്നില്ല, മറിച്ച് ഗ്രാമവികസനത്തിന്റെ അടിത്തറ കൂടിയായിരുന്നു. കഴിഞ്ഞ 5 വർഷങ്ങളിൽ 6,25,00,000 രൂപ തൊഴിലുറപ്പ് പദ്ധതികൾക്കായി ചെലവഴിച്ചത് ഗ്രാമത്തിന്റെ മുഖം മാറ്റിയ വലിയ നേട്ടമായി. തൊഴിലുറപ്പ് വഴിയായി 9,000 തെങ്ങിൻ തൈകൾ ഉൽപ്പാദിപ്പിച്ച് ഗ്രാമത്തിലെ കർഷകർക്ക് സൗജന്യമായി വിതരണം ചെയ്തു. ഗ്രാമത്തിലെ ജനജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ തൊഴിലുറപ്പ് കൈവരിച്ച പ്രവർത്തനങ്ങളും വലുതാണ്. പുതിയ റോഡുകളുടെ നിർമ്മാണം, നടവഴികളുടെ നവീകരണം, കാലിത്തൊഴുത്തുകളുടെ നിർമ്മാണം, ആട്ടിൻകൂടുകളും കോഴിക്കൂടുകളും ഒരുക്കൽ തുടങ്ങി അനവധി പദ്ധതികൾ വഴി ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനായി. PMKSY പുഴക്കാട്ടിരി നീർത്തടം. ജലവും മണ്ണും സംരക്ഷിച്ചാൽ കൃഷിയുടെയും ജീവിതത്തിന്റെയും ഭാവി ഉറപ്പാകും. ഈ ആശയം മുൻനിർത്തിയാണ് പുഴക്കാട്ടിരി പഞ്ചായത്തിൽ PMKSY നീർത്തട പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയത്. കാർഷിക ആവശ്യങ്ങൾക്കും പ്രകൃതിയുടെ സ്ഥിരതയ്ക്കുമായി 1,89,00,000 രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കി. ചെറുപുഴയെ സംരക്ഷിച്ച് പുതുജീവൻ നൽകി. കനാലുകൾ നിർമ്മിക്കുകയും നവീകരിക്കുകയും ചെയ്തതിലൂടെ വയലുകളിൽ വെള്ളം തടസ്സമില്ലാതെ എത്തിക്കുന്നതിന് സാഹചര്യമൊരുക്കി. പമ്പ് ഹൗസുകൾ സ്ഥാപിച്ച് കർഷകർക്ക് ജലസേചന സൗകര്യം ലഭ്യമാക്കി. മണ്ണിന്റെ കരുത്തും പച്ചപ്പും വർദ്ധിപ്പിക്കുന്നതിനായി ഫലവൃക്ഷ തൈകളും മൺചട്ടികളും വിതരണം ചെയ്തു. വീടുകൾക്കും വയലുകൾക്കും പുതുജീവൻ നൽകുന്നതിന് കിണർ റീചാർജിംഗ് പദ്ധതികൾ നടപ്പിലാക്കി. ഇതിലൂടെ മഴവെള്ളം നിലനിർത്തി ഭൂഗർഭജലത്തെ സമ്പുഷ്ടമാക്കി. സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി ബയോഗ്യാസ് പ്ലാന്റുകളും കോഴികളും കോഴിക്കൂടുകളും വിതരണം ചെയ്തു. ഇതിലൂടെ കുടുംബങ്ങൾക്ക് ഊർജവും സ്വയം പര്യാപ്തമായ ഭക്ഷ്യസുരക്ഷയും ലഭ്യമായി. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ കരുതലും കരുത്തും. ഒരു ഗ്രാമത്തിന്റെ യഥാർത്ഥ പുരോഗതി അളക്കുന്നത് റോഡുകളും കെട്ടിടങ്ങളും കൊണ്ട് മാത്രമല്ല, സാമൂഹ്യക്ഷേമ സൂചിക കൊണ്ടാണ്. സമൂഹത്തിലെ ഓരോ വിഭാഗത്തിന്റെയും ക്ഷേമം ഉറപ്പുവരുത്തിയാലേ ഒരു പഞ്ചായത്ത് വികസനത്തിന്റെ മാതൃകയായി മാറുകയുള്ളൂ. പുഴക്കാട്ടിരി പഞ്ചായത്ത് ഇത് മനസ്സിലാക്കി കൗമാരക്കാരായ പെൺകുട്ടികൾക്കായി പ്രത്യേക മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. ഇവരിൽ ഭാരക്കുറവുള്ളവരെ കണ്ടെത്തി ആരോഗ്യകരമായ ഭാവിക്ക് വഴിയൊരുക്കുവാൻ പോഷകാഹാര കിറ്റുകൾ നൽകി. വളർച്ചയുടെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ തന്നെയുണ്ടായ ഈ ഇടപെടൽ പുതിയ തലമുറയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള വലിയൊരു കാൽവെപ്പായി മാറി. അതോടൊപ്പം വയോജനങ്ങളുടെ കരുതലിനും സന്തോഷത്തിനും പഞ്ചായത്ത് പ്രത്യേക ശ്രദ്ധ ചെലവഴിച്ചു. കേൾവിക്കുറവുള്ളവരെ കണ്ടെത്തി 30 ലക്ഷം രൂപയുടെ ഹിയറിംഗ് എയ്ഡുകൾ, വീൽ ചെയറുകൾ, വാക്കറുകൾ എന്നിവ സൗജന്യമായി വിതരണം ചെയ്തു. കൂടാതെ വയോജനങ്ങൾക്കായി ഓരോ വർഷവും വിനോദയാത്രകൾ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ മാനസികോല്ലാസവും സാമൂഹിക പങ്കാളിത്തവും ഉറപ്പാക്കി. ഗ്രാമത്തിന്റെ ഭാവി തലമുറയ്ക്കായി പ്രവർത്തിച്ച മറ്റൊരു മേഖല അംഗനവാടികളാണ്. 5 പുതിയ അംഗനവാടികൾക്കായി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു. നിലവിലുള്ള എല്ലാ അംഗനവാടികളും സ്മാർട്ട് ക്ലാസുകളോടെ നവീകരിച്ചു. കുഞ്ഞുങ്ങൾക്ക് സന്തോഷകരവും പഠനോത്സുകവുമായ അന്തരീക്ഷമൊരുക്കാൻ കളിപ്പാട്ടങ്ങൾ, അടുക്കള ഉപകരണങ്ങൾ, വാട്ടർ പ്യൂരിഫയർ എന്നിവ നൽകി. മൃഗസംരക്ഷണ രംഗത്തെ നേട്ടങ്ങൾ. പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്ത് കാർഷിക മേഖലയോടൊപ്പം മൃഗസംരക്ഷണത്തെയും സമഗ്ര വികസനത്തിന്റെ അനിവാര്യ ഘടകമായി കണ്ട് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. മൃഗപരിപാലനമാണ് ഇവിടെ അനവധി കുടുംബങ്ങൾക്ക് ജീവിതോപാധി. അതിനാൽ കർഷകരുടെ കൈത്താങ്ങായി പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ വലിയൊരു കരുത്തായി മാറി. ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡി നൽകി. അവരുടെ ദൈനംദിന പരിശ്രമങ്ങൾക്ക് സാമ്പത്തികമായി പിന്തുണ നൽകി. വേനൽക്കാലത്ത് തീറ്റക്കുറവ് രൂക്ഷമാകുമ്പോൾ കാലിത്തീറ്റയും കുട്ടിത്തീറ്റയും നൽകി കർഷകരുടെ ആശങ്കകൾക്ക് ആശ്വാസമായി. ജീവിതോപാധി ഉറപ്പാക്കാൻ പശുവിതരണവും ആടുവിതരണവും പോത്തുകുട്ടി വിതരണവും നടത്തി. ഇതിലൂടെ ചെറുകിട കർഷകർക്കും തൊഴിൽ രഹിത കുടുംബങ്ങൾക്കും സ്ഥിര വരുമാന മാർഗങ്ങൾ ലഭിച്ചു.
5 വർഷങ്ങൾക്കിടയിൽ തുടർച്ചയായി മുട്ടക്കോഴികൾ വിതരണം ചെയ്തതോടെ വീട്ടുമുറ്റങ്ങൾ തന്നെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ചെറിയൊരു അടിത്തറയായി മാറി. ഇതോടൊപ്പം മൃഗസംരക്ഷണ മേഖലയിലെ സേവനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ പുഴക്കാട്ടിരി പഞ്ചായത്ത് വെറ്ററിനറി ആശുപത്രിയുടെ മുകളിലായി ഹാൾ നിർമ്മിച്ചു. ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയതോടെ കർഷകർക്ക് അവരുടെ പശുക്കളുടെയും വളർത്തുമൃഗങ്ങളുടെയും ആരോഗ്യാദി പരിപാലനത്തിന് കൂടുതൽ വിശ്വാസത്തോടെ എത്തിച്ചേരാൻ സാധിച്ചു. ഹരിത കർമ്മസേന, ഗ്രാമത്തിന്റെ ഹരിത പ്രതിജ്ഞ. പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്തിന്റെ വികസന കഥയിൽ പരിസ്ഥിതി സംരക്ഷണത്തിനും മാലിന്യ സംസ്കരണത്തിനും നൽകിയ പ്രാധാന്യം ഏറെ ശ്രദ്ധേയമാണ്. 2021 ഓഗസ്റ്റ് മാസത്തിൽ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ച ഹരിത കർമ്മസേന തുടക്കം മുതൽ തന്നെ ഗ്രാമത്തിന്റെ ആരോഗ്യകരമായ ഭാവിക്കായി കരുത്തുറ്റ ചുവടുവെപ്പുകൾ നടത്തി. 8 സ്ത്രീകളും 3 പുരുഷന്മാരുമടങ്ങിയ 11 അംഗങ്ങളുടെ യുവശ്രീ സംരംഭമായിട്ടാണ് ഹരിത കർമ്മസേന ആരംഭിച്ചത്. ഒരു വർഷത്തിനുള്ളിൽ തന്നെ 2022 ഒക്ടോബറിൽ പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്ത് 100% വാതിൽപ്പടി ശേഖരണം പൂർത്തിയാക്കുന്ന പഞ്ചായത്തായി മാറി. ഈ നേട്ടത്തിനുള്ള അംഗീകാരമായി പഞ്ചായത്ത് പ്രസിഡന്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയിൽ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങി. തുടർന്ന് പഞ്ചായത്തിന് പഞ്ചായത്ത് ലേണിംഗ് സെന്റർ അഥവാ PLC എന്ന വിശേഷണവും ലഭിച്ചു. ഇപ്പോൾ 5 പുരുഷന്മാരും 12 സ്ത്രീകളും അടങ്ങുന്ന 17 അംഗങ്ങളുള്ള ഒരു കരുത്തുറ്റ സേനയായി ഹരിത കർമ്മസേന പ്രവർത്തിച്ചു വരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം. ആരംഭത്തിൽ 2000 ചതുരശ്രയടി വിസ്തീർണമുള്ള വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന സേനയ്ക്ക് ഉടൻ തന്നെ സ്വന്തമായ സ്ഥലത്ത് പുതിയ കെട്ടിടത്തിലേക്ക് മാറാനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു. ഹരിത കർമ്മസേനയ്ക്ക് സ്വന്തമായി വാഹന സൗകര്യം ഒരുക്കിയതും ഒരു വലിയ നേട്ടമായി. 2023-24, 2024-25 വാർഷിക പദ്ധതികളുടെ ഭാഗമായി MCF അഥവാ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി കേന്ദ്രത്തിലേക്ക് സുരക്ഷാ സംവിധാനം ഉറപ്പുവരുത്താൻ ആവശ്യമായ ഉപകരണങ്ങൾ, ഗ്ലൗസുകൾ, ഗംബൂട്ടുകൾ, മാസ്കുകൾ, യൂണിഫോം, ID കാർഡുകൾ എന്നിവ പുതുതായി നൽകി. കൂടാതെ MCFൽ ഫാനുകളും CCTV സംവിധാനങ്ങളും സ്ഥാപിച്ചു. പദ്ധതികളുടെ ഭാഗമായി 20,000 ചാക്കുകൾ വാങ്ങി വിതരണം ചെയ്തു. പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും മിനി MCFകൾ സ്ഥാപിച്ചതോടെ മാലിന്യ സംസ്കരണം കൂടുതൽ ക്രമബദ്ധമായ രീതിയിൽ നടപ്പിലാക്കാനായി. ചൊവ്വാണ ചെറുപുഴ, ഗ്രാമത്തിന്റെ നവോത്ഥാന സാക്ഷ്യം. പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്ത് ജനങ്ങളുടെ ദിനചര്യയിലും വികസന യാത്രയിലും മാറ്റങ്ങൾ സൃഷ്ടിച്ച നിരവധി പദ്ധതികൾക്ക് നേതൃത്വം നൽകി. അതിലൊന്നാണ് ചൊവ്വാണ ചെറുപുഴയുടെ തീരത്ത് വിനോദത്തിനും വിശ്രമത്തിനുമായി ആധുനിക സൗകര്യങ്ങളുള്ള ഒരു പാർക്ക് സ്ഥാപിച്ചത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ സന്തോഷവും ആരോഗ്യകരമായ അന്തരീക്ഷവും സമ്മാനിക്കുന്ന ഈ പാർക്ക് നാട്ടുകാരുടെയും സന്ദർശകരുടെയും പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുന്നു. എന്നാൽ ഗ്രാമത്തിന്റെ ഭാവി വികസനത്തിന് അടിത്തറയിട്ട മറ്റൊരു വമ്പിച്ച പദ്ധതി ചെറുപുഴയിൽ നിർമ്മിച്ച റെഗുലേറ്റർ കം ബ്രിഡ്ജാണ്. 3 കോടിയിലധികം രൂപ ചെലവഴിച്ച് പൂർത്തിയാക്കിയ ഈ പദ്ധതി കാർഷിക മേഖലയിലെ പുരോഗതിക്കും ജലസ്രോതസ്സുകളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിനും വഴിയൊരുക്കി. ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ചെറുപുഴയുടെ ജലം കാർഷിക ആവശ്യങ്ങൾക്കായി നിയന്ത്രിതമായി ഉപയോഗിക്കാനുള്ള സാധ്യതയൊരുക്കി. ഒരേ സമയം ഗതാഗത സൗകര്യവും ജലസംഭരണ സംവിധാനവും ഒരുക്കുന്ന ഈ പദ്ധതി പഞ്ചായത്തിന്റെ കാർഷിക വികസനത്തിനും ഗ്രാമീണ സമൃദ്ധിക്കും വലിയ സംഭാവനയാണ് നൽകുന്നത്. പുഴക്കാട്ടിരി പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ 5 വർഷക്കാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ചുരുക്കരൂപമാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ ഗ്രാമത്തിന്റെ പുരോഗതിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനുമായി നിരവധി ചെറുതും വലുതുമായ പദ്ധതികൾ നടപ്പിലാക്കാൻ ഭരണസമിതിക്ക് സാധിച്ചു. പഞ്ചായത്തിൽ ആവശ്യത്തിന് നിർവഹണ ഉദ്യോഗസ്ഥരില്ലാത്ത പ്രതിസന്ധി സാഹചര്യത്തിലും കൂട്ടായ പരിശ്രമവും ശക്തമായ ഭരണചിന്തയും കൊണ്ടാണ് ഇത്രയും നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞത്. 100% വികസനം കൊണ്ടുവന്നു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എങ്കിൽ പോലും 5 വർഷം കൊണ്ട് ഞങ്ങൾക്ക് കഴിയാവുന്നത്ര
വികസനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു എന്നൊരു ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഈ ഭരണസമിതി പടിയിറങ്ങുന്നത് എന്നൊരു ആത്മവിശ്വാസം, സമാധാനം എനിക്കുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച പഞ്ചായത്ത് മെമ്പർമാർക്കും ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർക്കും പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കും ഭരണസമിതിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പഞ്ചായത്തിലേക്ക് വലിയ വികസന പദ്ധതികൾ എത്തിക്കുന്നതിനായി സജീവ പിന്തുണ നൽകിയ ബഹുമാനപ്പെട്ട പാർലമെന്റ് അംഗം ഇ.ടി. മുഹമ്മദ് ബഷീർ MP, മഞ്ഞളാംകുഴി അലി MLA, മലപ്പുറം ജില്ലാ പഞ്ചായത്ത്, മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് സാരഥികൾ എന്നിവർക്ക് പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്തിന്റെ വികസന യാത്ര ഇതുവരെ കണ്ടിട്ടില്ലാത്ത മുന്നേറ്റങ്ങളാൽ സമ്പന്നമാണ്. ജനങ്ങളുടെ വിശ്വാസത്തോടും ഏകോപനത്തോടും കൂടിയ ഈ സുവർണ കാലഘട്ടം തുടർന്നു കൊണ്ടുപോകാൻ വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും സ്നേഹപൂർവ്വം ഏറ്റെടുത്ത് വിജയിപ്പിക്കുക. നമ്മുടെ പഞ്ചായത്തിൽ കൂടുതൽ ജനക്ഷേമ പദ്ധതികൾ, കൂടുതൽ വികസനം, ഇതെല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ UDF നേതൃത്വം നൽകുന്ന ഭരണസമിതി വേണം. നേട്ടമുള്ള പുഴക്കാട്ടിരിയുടെ നേട്ടങ്ങൾ കോട്ടമില്ലാതെ തുടരട്ടെ. ചുറുചുറുക്കോടെ മുന്നോട്ട് നീങ്ങട്ടെ. UDF വരട്ടെ. നാട് വളരട്ടെ.